ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ തന്നെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ വെക്കേഷനൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോവാണ്. മൂന്നാർ വരെ പോവാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ സന്തോഷമൊക്കെ ബൾബ് എത്തിയ സന്തോഷം എൻ്റെ മുഖത്തുണ്ട് ഗൈസ്. എനിക്ക് മൂന്നാർ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ കുറേ നാളത്തെ ഒരു ഡ്രീം എന്താണെന്ന് പറയട്ടെ. മൂന്നാർ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞാശയാണേ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 2-3 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗായ്സ്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ വെറുതെ രസം തള്ളക്കി ഇരിക്കട്ടെ. എനിക്ക് തള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പോകുന്നവർക്ക് ഒരു മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കടയിൽ നിന്ന്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടോ അങ്ങനെ നല്ല പിന്നെ പോകുന്നവർക്ക് എല്ലാം ചാറ്റൽ മഴ പെയ്തു. എന്താ ഒരു സുഖം ഗൈസ്. അങ്ങനെ മരം ഗൈസ്. മരം വന്നാൽ പൊപ്പിക്കൂടാ, മരം വന്നില്ലെങ്കിലും പൊപ്പിക്കൂടാ കേട്ടാ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ പറയണേ. എനിക്കൊരു പട്ടിച്ചോള് കാണിക്കാൻ, എനിക്ക് എങ്ങനെയെങ്കിലും പട്ടിച്ചോള് പറയണം, അതൊരു രസമാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാടെ. അപ്പം എൻ്റെ കുറേ നാളത്തെ എൻ്റെ സത്യം പറഞ്ഞിട്ട് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങനെ മൂന്നാർ പോകണമെന്ന്. അപ്പം ഞാൻ ഇവിടെ എന്തായാലും മൂന്നാർ പോവുകയാണ് ഗായ്സ്. അപ്പം മുടിയൊക്കെ ഇടയ്ക്ക് വെച്ച് പ്രാന്ത് കയറി കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഇവിടെ വെച്ചൊന്ന് പിന്നിടാം. വീട്ടിൽ നിന്ന് ഞാൻ കുളിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ മുടിയൊക്കെ നല്ല നനഞ്ഞ് അടഞ്ഞേന്നു. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ കാട്ടൊക്കെ കൊണ്ട്. അതുകൊണ്ട് വെച്ച് പിന്നിടാന്ന്. പിന്നെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വന്നു കേട്ടോ. 8 ടീ 8 കോഫി. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇത് ഏത്തയ്ക്കാപ്പം പരമ്പൂരി ഏത്തയ്ക്കാപ്പം ഒന്നല്ലേ, എന്തൊക്കെയാണ് പറയണം, പരമ്പൂരിയും മറ്റെന്താ മുളക് ബജിയില്ല അതും, പിന്നെ എറമോന്തിയായിട്ടുള്ളൊരു മധുരം. അങ്ങനെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചായ അപ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ മരയത്ത് കുടിക്കുക. എന്താ ഒരു വൈക്കെന്ന് പറഞ്ഞു, സോറി ഗൈസ്, വൈബ് എന്നാട്ടാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. പച്ചപ്പാരാത്രിയാണോ ഇങ്ങനെ പോയിക്കോടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വെച്ച് നല്ല വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെച്ച് പാപ്പം കഴിക്കാമെന്ന്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടിയില്ല, എന്തോ ചെയ്യും, പാപ്പക്കടയൊക്കെ അടിച്ചാലോ. അങ്ങനെ ശേഷം നമ്മൾ ബട്ടർ ചിക്കൻ കറിയും ബറോട്ടയും ചിക്കൻ 55 ഒക്കെ ഓർഡർ ചെയ്തിട്ടാ. ഈ കട അത്രയ്ക്ക് പോസ്റ്റ് എടുപ്പിച്ചില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു ഫലൂദയും കൂടെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു റോയൽ ഫലൂദ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കൊടുത്താണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച കാര്യം വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോയ്ക്കകത്ത് ഇത് ഷോർട്ടായിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വെച്ച് ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു വെറൈറ്റി ഒക്കെ ആവട്ടെ. അപ്പം ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ എൻ്റെ അവസാനിപ്പിച്ചു ഗൈസ്. ഒരു ഫലൂദയും അതെല്ലാം അവിടെ കുത്തിക്കയറ്റിയിട്ട് എൻ്റെ കലാപരിപാടികൾ അവസാനിപ്പിച്ചു ഗൈസ്. നമസ്കാരം. പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. പുറങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട്. മഞ്ഞിങ്ങനെ മൂടുവാണ്. മഞ്ഞ് മൂളും. നമ്മൾ മഞ്ഞ് നല്ല അത് വെച്ച് നമ്മൾ വെച്ച് അടുത്ത നാളെ ഇങ്ങോട്ട് നേരെ നമ്മൾ റിസോർട്ടിലോട്ട് പോവാന്ന്. അങ്ങനെ റിസോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടായിട്ടോ വന്നത്. പിന്നെ ഇവിടെ വെച്ചൊന്ന് സ്റ്റേ ആണെന്ന് വെച്ച് രാത്രിയായിരുന്നു, നല്ല വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ റൂം. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടേ. ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.